ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം എൻ്റെ വ്യൂവേഴ്സ് എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയത്, നിങ്ങളുടെ ഭാഗത്ത് കിട്ടിയത്, വ്യൂവേഴ്സിൻ്റെ കിട്ടിയ കാർഡ് ഏസ് ഓഫ് സോഴ്സ് ആണ്. നിങ്ങളെന്തോ പുതിയ പ്രൊജക്റ്റോ എന്തോ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൊജക്റ്റുകൾ, പുതിയ പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനോ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യാനോ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാനോ നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് നല്ല സമയമാണ് ഇപ്പോൾ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്ത് ചെയ്യുമ്പോൾ അദ്ദേഹം 7 ഓഫ് പെൻറ്റക്കിൾസ് ആയിട്ടിരിക്കുന്നത്. അദ്ദേഹം പൈസ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അദ്ദേഹം അതുപോലെ തന്നെ സെയിം പൊസിഷനിലാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ന്യൂ പ്രൊജക്റ്റിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ അവസ്ഥയിൽപ്പെടുത്തിയ കിട്ടിയ കാർഡാണ് ഡെത്ത് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. ഈ ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ, ഇത് എന്താണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു സർക്കിൾ എൻഡായിരിക്കുന്ന ഒരു പുതിയ ബിഗിനിങ് വരുന്നു. അത് ഇത്രയും കാലം ഉണ്ടാകുന്ന മോശമായിരുന്നെങ്കിൽ അത് എൻഡായി പുതിയത് വരുന്നു. ഇത്രയും കാലം ഉണ്ടാകുന്ന എന്ത് സംഭവമാണ് ഇപ്പോൾ ഇതേ സമയം നടന്നുകൊണ്ടിരുന്നത്, ആ സർക്കിൾ എൻഡായിട്ട് പുതിയ ഒരു കാര്യമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അതാണ് ഈ ഡെത്ത് കാർഡ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ, ഇത് തീർച്ചയായിട്ടും പൈസ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു വാണിംഗ് ആണ്. കാരണം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത് ചിലവഴിക്കാതെ പൈസ അത്യാവശ്യത്തിന് മാത്രം ചിലവഴിക്കുക. എപ്പോഴും പൈസ ചിലവഴിക്കുമ്പോൾ നമ്മൾ അത് ആവശ്യമാണോ അത്യാവശ്യമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അത്യാവശ്യം കാര്യത്തിന് മാത്രം പണം ചിലവാക്കി പണം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ മീനിങ്സ്. നമ്മൾ ആവശ്യമുള്ള കാര്യം ചിലവഴിക്കുന്നില്ല, ആവശ്യമില്ലാത്ത കാര്യം ചിലവഴിക്കും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാതെ അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രം പണം ചിലവഴിക്കുക എന്നാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈ 4 കാർഡും പറയുന്നത്. നിങ്ങൾ പുതിയ പ്രോജക്റ്റിലേക്ക് പോകുന്നു, നിങ്ങളുടെ പേഴ്സണും പുതിയ പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗം നോക്കുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ സർക്കിൾ എൻഡായിരിക്കുന്നു, ന്യൂ ബിഗിനിങ് ആരംഭിക്കുന്നു, നിങ്ങൾ പണം സൂക്ഷിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളെപ്പോഴും പ്രാർത്ഥനയോടെ ഇരിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക.